ഞങ്ങൾ ഒരു യാത്ര ഇങ്ങനെ പോകുന്ന സമയത്താണ് കരിങ്കപ്പാറ ആറയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് എന്നറിഞ്ഞു. അവിടെ എത്തിയ ശേഷം ഞങ്ങൾ കണ്ടുപിടിച്ചെത്തിയ ശേഷം ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ നടക്കുമ്പോഴാണ് അവിടുത്തെ പാർക്കിൽ വെച്ച് നമ്മുടെ കൃഷ്ണേട്ടനെ കാണുന്നത്. കൃഷ്ണേട്ടൻ കുറേ വിവരങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളെ ഒരു ഗൈഡ് ചെയ്തത് അദ്ദേഹമാണ്. അതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഇവിടെ മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. എവിടെ നിന്നാണ് ഈ പുഴ ഉത്ഭവിച്ചു വരുന്നത് എന്നുള്ളതിന് ഒടൂർ താനൂർ ഭാഗത്ത് നിന്നാണ് ഇത് ചെറിയ ചെറിയ കൈവഴികളായിട്ട് വരുന്നത് എന്നാണ് അറിഞ്ഞത്. മലപ്പുറം താനൂരിൽ ഭാഗത്താണ് ഈ കരിങ്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം തിരൂർ റൂട്ടിൽ വയലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു റോഡ് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഇതിലെ ഒഴമ്മൽപ്പാറ പഞ്ചായത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒരു പ്രത്യേകത ഉള്ളത്, മഴക്കാലത്ത് സജീവമാകുകയും ഭംഗി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ചൊക്കെ പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, പത്തടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴോട്ട് ചാടുന്നത്. വളരെ ചെറിയ ഒരു അകലം. അത് ചെങ്കൽ പാറയിലൂടെയാണ് ഒഴുകി വരുന്നത്. ചെങ്കൽപ്പാറയിലൂടെ ഒഴുകി വരുമ്പോൾ തന്നെ അതിൻ്റേതായ ഓളങ്ങൾക്കും മറ്റുള്ളതിനുമൊക്കെ വളരെ വ്യത്യാസം വരും. അങ്ങനെ ഒഴുകി വീണ്ടും പുഴയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്, ചെറിയ പുഴയായിട്ട്. അതിനോട് വേറെ പലതും വന്ന് ചേരുന്നുമുണ്ട്. അതിനടുത്ത് തന്നെ വെച്ച് ഒരു കനാല് വന്ന് ചേരുന്നുണ്ട്. പിന്നെ ഒരു ഏറ്റവും വ്യത്യസ്തമായത്, പല വെള്ളച്ചാട്ടങ്ങളിലും പല അപകടങ്ങളെ പറ്റിയാണ് അതിൻ്റെ ഭംഗിയേക്കാൾ, അതിൻ്റെ കാഴ്ചയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. ശ്രദ്ധയില്ലേ, പലതരത്തിൽ ശ്രദ്ധിച്ചാൽ പോലും പല അപകടങ്ങൾ വരുന്ന അതാണ് പല വെള്ളച്ചാട്ടങ്ങളും, നമ്മുടെ നാട്ടിലുള്ളതും പുറത്തുള്ളവയും ഒക്കെ ആണെങ്കിലും. ഇവിടെ ചെറിയ കുട്ടികൾക്ക് വരെ വന്ന് കളിക്കാം. ചെറിയ കുട്ടികൾക്ക് വരെ വന്ന് കളിക്കാം. ഇതെല്ലാം പറയുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിനോദ കേന്ദ്രത്തിൽ പോയി കണ്ടില്ല എന്നൊക്കെയുള്ളൊരു രീതി നമുക്ക് തോന്നാം. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ഒന്നാമത് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നും അല്ലാതെ ഒരു ഗ്രാമീണ അന്തരീക്ഷം മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്, ചെന്ന സമയത്ത് നിലനിൽക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ തന്നെ അത് കാണാൻ വരുന്നവർ ചെറിയ അപരിചിതരായിട്ട് തന്നെയാണ് ചോദിക്കുക. നമ്മളതുമായിട്ട് ഇപ്പോൾ മുന്നോട്ടൊക്കെ പോകുമ്പോൾ എവിടെ നിന്നാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്, ഗ്രാമീണരെ. അപ്പം അത്ര വലിയൊരു പ്രശസ്തി കാര്യങ്ങളുള്ളതാണെങ്കിൽ എപ്പോഴും ആളുകൾ വരുമ്പോൾ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അതും ആളുകൾ വരുന്ന ആ പ്രധാന ഭാഗം മാത്രം കണ്ട് തിരിച്ചു പോകാൻ മാത്രമാണ്. അത്ര ഈ പ്രശസ്തമല്ലെങ്കിലും നമുക്കൊരു ചെറിയ
ആനന്ദം തരുന്ന പലതും അതിനകത്തുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്നാമത് അവിടുത്തെ പച്ചപ്പാണ്. വളരെ ഗ്രീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അതിൽ ആ പുഴയുടെ ചുറ്റുഭാഗങ്ങളിലുള്ളവ, അതിൻ്റെ അടുത്തുള്ള പാടങ്ങൾ എല്ലാം കൂടി ചേർന്നാണ് ആ ഗ്രീനിഷ് ആയിട്ടുള്ള ആ കാഴ്ച നമുക്ക് നൽകുന്നത്. പിന്നെ ഒന്നാമത് അത്രയും മരങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് വളരെയധികം തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. ആ തണുപ്പ്, അതിൻ്റെ ഒരു കുളിർമ, വെള്ളച്ചാട്ടങ്ങളുടെ പ്രത്യേകത, വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഇതെല്ലാം അപകടരഹിതമായി എവിടെ നിന്നും നന്നായി കാണാം. പക്ഷേ വെള്ളച്ചാട്ടം താഴോട്ട് ചാടുന്ന സ്ഥലങ്ങളിൽ കുളിക്കുക, നീന്തുകയൊക്കെ മഴക്കാലത്ത് എത്രത്തോളം ആഴമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവിടേക്ക് പോകാത്ത ഭാഗങ്ങളിൽ കുട്ടികളൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ആ ഭാഗങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനോടൊപ്പം ഒന്ന് നീങ്ങി നോക്കാം. ഗുഡ് ബൈ.